ഹായ് ഗൈസ്, വെൽക്കം ടു വീലേഡ്. നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തറിയുവാൻ ആഗ്രഹിക്കും തോറും പതിയെ പതിയെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ഗ്രഹമാണ് മെർക്കുറി അല്ലെങ്കിൽ ബുധൻ. ഒരു പക്ഷേ അതിനുള്ള കാരണം ചൊവ്വയിലോ ജൂപ്പിറ്ററിനെ വലം വയ്ക്കുന്ന യൂറോപ്പയിലോ അതുമല്ലെങ്കിൽ ശനിയുടെ ഉപഗ്രഹമായ എൻസിലാഡസിലോ എവിടെയെങ്കിലുമൊക്കെ ജീവന്റെ തുടുപ്പ് കാണപ്പെടാമെന്നുള്ള നമ്മുടെ ചിന്തകളായിരിക്കാം. ശീതകാല യുദ്ധത്ത് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ 1970കളിൽ വിക്ഷേപിച്ച മറൈനർ ദൗത്യത്തിലൂടെയാണ് ബുധൻ എന്ന കൊച്ചു ഗ്രഹത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം മെസഞ്ചറും ബേബി കൊളംബോയും പോലുള്ള നാമമാത്രമായ ദൗത്യങ്ങൾ മാത്രമായിരുന്നു ആ കൊച്ചു ഗ്രഹത്തെ തേടി പിന്നീട് യാത്ര തിരിച്ചിരുന്നത്. പുരാതന കാലത്ത് സുമേറിയൻസും ബാബിലോണിയൻസും തിരിച്ചറിവിന്റെ ദേവനായ നബുവായിട്ട് ഈ ഗ്രഹത്തെ കണക്കാക്കുകയും പിന്നീട് ഗ്രീക്കുകാരെ കബളിപ്പിച്ചൊരു ചരിത്രം കൂടി ഈ കൊച്ചു ഗ്രഹത്തിനുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്ന പുലർക്കാലത്ത് ബുധനെ അവർ കണക്കാക്കിയിരുന്നത് അപ്പോളോ ആയിട്ടും, എന്നാൽ സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാസമയങ്ങളിൽ അന്ന് അവർ അതിനെ കണക്കാക്കിയിരുന്നത് ഹെർമസ് ആയിട്ടുമായിരുന്നു. പിന്നീട് കാലം കുറെ കടന്നു പോകേണ്ടതായി വന്നു. അവർക്ക് ഇത് രണ്ടും ഒരു ഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവിലെത്തുവാനായി. അതിനെ തുടർന്ന് ബുധന്റെ വേഗത തിരിച്ചറിയുന്നവർ വളരെ വേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഗ്രീക്ക് ദേവനായ മെർക്കുറി എന്ന പേരും നൽകി. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായതിനാൽ തന്നെ വളരെ വേഗത്തിൽ അതിന് സൂര്യനെ വലം വെക്കേണ്ടതായുണ്ട്. ഒരു സെക്കൻഡിൽ 47.87 കിലോമീറ്റർ എന്ന നിരക്കിൽ വെറും 88 ദിവസം എടുത്തുകൊണ്ടാണ് ഈ കൊച്ചു ഗ്രഹം സൂര്യനെ വലം വെക്കുന്നത്. സൂര്യനിൽ നിന്നും 58 മില്യൺ കിലോമീറ്റർക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന്റെ വേഗതയിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കാതെ സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ട് അത് സൂര്യനിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യും. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും വെറും 88 ദിവസം മാത്രമെടുത്ത് സൂര്യനെ വലം വയ്ക്കുന്ന ബുധന് പക്ഷെ ഒന്ന് സ്വയം കറങ്ങുവാനായി 176 ഭൗമദിനങ്ങൾ വേണ്ടിവരും. അതായത് നിങ്ങൾ ഇപ്പോൾ ബുധനിൽ പ്രത്യേകതരം സ്പേസ് സ്യൂട്ട് ഉപയോഗിച്ച് ഒരു യാത്ര പോവുകയാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഒരു ദിനം എന്ന് പറയുന്നത് ഭൂമിയിലെ 176 ദിനങ്ങൾക്ക് തുല്യമായിരിക്കും. ആയതിനാൽ തന്നെ സൂര്യനോട് അടുത്ത് കാണുന്ന ഈ കൊച്ചു ഗ്രഹത്തിൻ്റെ പകൽ സമയത്തെ താപനില 430 ഡിഗ്രി സെൽഷ്യസും ഒരു തരി വെളിച്ചം പോലും ഇല്ലാത്ത രാത്രികാലങ്ങളിൽ -180 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന താപനില. സൗരയുധത്തിലെ തന്നെ പകലും രാത്രിയും തമ്മിലുള്ള താപനിലയിൽ ഇത്രയും വ്യത്യാസമുള്ള ഗ്രഹങ്ങളിലൊന്നുമാണ് നമ്മുടെ കൊച്ചു ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ഭൂമിയെപ്പോലെയോ വീനസിനെ പോലെയോ ഒരു കട്ടിയുള്ള അന്തരീക്ഷമില്ലാത്ത ബുധനിൽ ചന്ദ്രനെ പോലെ അനേകം ഉൽക്കാപതനങ്ങളുടെ ഫലമായി ഭീമാകാരമായിട്ടുള്ള 100 കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഗർത്തങ്ങളെ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. നാസ വിക്ഷേപിച്ച മെസഞ്ചർ ദൗത്യം സൂര്യപ്രകാശം ഒരിക്കലും എത്തിച്ചേരാത്ത ഈ ഗർത്തങ്ങളിൽ ജലത്തിൻ്റെ സാന്നിധ്യം ന്യൂട്രോൺ സ്പെക്ട്രോഗ്രഫിയും ലേസർ ആൾട്ടിമെട്രിയും വഴി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല, ചൊവ്വയ്ക്കും ശുക്രനും ഇല്ലാത്ത വളരെ നേരിയതാണെങ്കിലും തീർത്തും ചെറിയ കാന്തിക വലയങ്ങളും ഈ കൊച്ചു ഗ്രഹത്തിനുണ്ട്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണെങ്കിൽ കൂടെ സൗരയൂഥത്തിലെ ഏറ്റവും താപനില കൂടിയ ഗ്രഹം അത് നമ്മുടെ ബുധനല്ല, അത് ശുക്രനാണ്. ഒരു പക്ഷേ ഗ്രീക്കുകാരെ ഒരു കാലത്ത് ബുധൻ കബളിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനെയും അതിൻ്റെ ഗർത്തങ്ങളിൽ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പ് ഒളിപ്പിച്ചു വെച്ച് നമ്മളെ കബളിപ്പിക്കുകയാണോ എന്ന് കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ചാനലുകളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.